ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അഭിവൃദ്ധി നൽകുന്ന വചനങ്ങൾ. ദൈവത്തിൻ്റെ വചനം നമ്മെ അഭിവൃദ്ധിയിലേക്ക്, സമൃദ്ധിയിലേക്ക് നയിക്കും. ഈ വചനമനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഈ വചനത്തിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. വചനം ദൈവമാകുന്നു, ദൈവം വചനമാകുന്നു. ദൈവത്തിന് എന്തൊക്കെ ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം വചനത്തിന് ചെയ്യുവാൻ കഴിയും. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആത്മീക, ഭൗതിക, മാനസിക ആവശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതെല്ലാം നിവർത്തിച്ചു തരുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനമാണ് വലിയവനാകുന്ന ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് സമൃദ്ധി നൽകി തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അഭിവൃദ്ധി നൽകി തരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്ന, വളരെ ഞെരുങ്ങി, അതിജീവനമെന്നൊരു വാക്കുണ്ട്, സർവൈവൽ. എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്തു പോകുന്ന ഒരു നിലവാരത്തിൽ ജീവിക്കുവാനല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടുന്ന് വിശാലത നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു, അഭിവൃദ്ധി നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു, സമൃദ്ധി നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. അത് മുഖാന്തരമായിട്ട് നിങ്ങൾ മഹാമനസ്കതയുള്ളവരായി തീരണം, ഔദാര്യം കാണിക്കുന്നവരായി തീരണം, മറ്റുള്ളവർക്ക് ഉപകാരികളായി തീരുവാൻ തക്കവണ്ണമായിട്ട് എബണ്ടൻസിനെ നൽകി തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. 2000 ഞാൻ ആലപ്പുഴയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുവാൻ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ, ആ സമയത്ത് പെട്രോളിൻ്റെ വില 26 രൂപയാണ്. 26 രൂപ പെട്രോളിന് വിലയുള്ളപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പത്രത്തിൽ വാർത്ത കണ്ടു, പെട്രോളിൻ്റെ വില 4 രൂപ കൂടിയിരിക്കുന്നു. 30 രൂപ 2000 ആ പ്രത്യേക സമയത്ത് 30 രൂപ പെട്രോൾ വിലയായിരിക്കുന്നു എന്നുള്ള അറിവ് നടുക്കുന്ന ഒരറിവായിരുന്നു. ഞാൻ ആലപ്പുഴയിലുള്ള പാസ്റ്ററിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ മീറ്റിങ്ങിന് വരുന്നില്ല. അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാ? ഞാൻ പറഞ്ഞു, പെട്രോൾ വില വളരെ കൂടിയിരിക്കുന്നു, അതിനാൽ യാത്രാ ചെലവ് വർദ്ധിച്ചിരിക്കുകയാണ്, ഞാൻ വന്നാൽ പാസ്റ്റർക്ക് ഒരു ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, താങ്കൾ ഇങ്ങനെ ഈ സാഹചര്യത്തോട് പ്രതികരിക്കുകയാണെങ്കിൽ ഭാവിയിൽ എങ്ങനെയായിരിക്കും ശുശ്രൂഷയിൽ മുന്നേറ്റം ലഭിക്കുന്നത്? എല്ലാ സാഹചര്യത്തിലും സമൃദ്ധിയിൽ കർത്താവിന് നടത്തുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൂടെയോ എന്നോട് ചോദിക്കുകയുണ്ടായി. അതെൻ്റെ ജീവിതത്തെ മാറ്റുന്ന അത്ഭുത നിമിഷമായിരുന്നു. എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടായി. അന്ന് 2026 രൂപയാണ് പെട്രോൾ വില. ഇന്നിപ്പോൾ 105 രൂപ പെട്രോളിൻ്റെ വിലയായി തീർന്നിരിക്കുകയാണ്. ഇതിനിടയിൽ എത്രയോ പ്രാവശ്യം പെട്രോൾ വില വർദ്ധിച്ചു. പെട്രോൾ വിലയല്ല, നമ്മുടെ ജീവിത ചിലവ് ഏതൊക്കെ മേഖലകളിൽ വർദ്ധിച്ചു. പെട്രോൾ വില തന്നെ പറയുകയാണെങ്കിൽ 2005 38 രൂപയായിട്ട് മാറി, 2010 അത് 50 രൂപയായിട്ട് മാറി, 2015 അത് 60 രൂപയായിട്ട് മാറി, 2020 72 രൂപയായിട്ട് പെട്രോൾ വില മാറി. ചില സമയത്ത് 80 രൂപ വരെ വിലയായി തീർന്നു. 2026 ഇപ്പോൾ 105 രൂപയോളം പെട്രോളിന് വിലയുണ്ട്. പെട്രോളിൻ്റെ വില മാത്രമല്ല, ജീവിത ചെലവ് എല്ലാ മേഖലകളിലും വർദ്ധിച്ചില്ലേ. ഇന്നും അവിടുന്ന് നമ്മെ നടത്തുന്നു എന്നുള്ള ആ വലിയ അത്ഭുതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പായിട്ടും പറയുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്, നമ്മോട് പറയുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. സമൃദ്ധിയിൽ, അഭിവൃദ്ധിയിൽ അവിടുന്ന് നമ്മെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സമൃദ്ധിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം ആ സമൃദ്ധി നൽകി തരുന്നത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അത്യാഗ്രഹത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിക്കരുത്.
സംഭരിക്കുവാൻ വേണ്ടി കൂട്ടിവെച്ച് ആർക്കും ഉപകാരമില്ലാത്ത നിലയിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് എന്നും കരുതരുത്. തികച്ചും തെറ്റായ സമീപനങ്ങളാകുന്നു അത്. പകരം ആ നിറവ് നൽകിത്തരുന്നത്, ആ സമൃദ്ധി നൽകിത്തരുന്നത്, ആ അഭിവൃദ്ധി നൽകിത്തരുന്നത് അനേകർക്ക് ഔദാര്യമായി കൊടുക്കുവാനും സമൂഹത്തിന് നമ്മളൊരു അനുഗ്രഹമായി തീരുവാനും വേണ്ടിയാകുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഈ 10 വചനങ്ങൾ ഉപകാരമായി തീരും. ഈ 10 വചനങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമാകുന്ന പ്രാർത്ഥനയിൽ ദിനംതോറും ഏറ്റുപറയുവാൻ തയ്യാറാകുക. നിങ്ങളുടെ ഭൗതിക മേഖലകളിൽ ഒരു വലിയ മാറ്റം പരിശുദ്ധാത്മാവ് നൽകിത്തരും. 10 വാക്യങ്ങളിൽ ആദ്യത്തെ വാക്യം 2 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി. ഇവിടെ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും, അവിടെയും വരുന്നു സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും. ഇവിടെ ഈ സകല എന്നുള്ളത് തന്നെ 3 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നത് ശ്രദ്ധേയമല്ലേ? സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. സകലത്തിലും, സകല സൽപ്രവൃത്തിയിലും സകല കൃപയും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവിടുന്ന് ഈ നിലയിലുള്ള ഒരു അത്ഭുത വർധനവിനെ നൽകി തരുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ മേഖലയിലും, ആത്മീക മേഖലയിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, വചനത്തിനു വേണ്ടിയുള്ള ആഗ്രഹം, വചനം കൂടുതൽ അറിയുവാൻ, പഠിക്കുവാൻ, വായിക്കുവാൻ വേണ്ടിയുള്ള ആ വലിയ അഭിവാഞ്ച, ശുശ്രൂഷയിൽ, നിങ്ങൾ ശുശ്രൂഷയിലായിരിക്കുന്നുവെങ്കിൽ ശുശ്രൂഷയിൽ ഒരു വലിയ സമൃദ്ധി, ഒരു വലിയ വർധനവ്. മാത്രവുമല്ല, നിങ്ങളുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ എല്ലാ മേഖലകളിലും അവിടുന്ന് സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തി നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. തലമുറകളുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ കൃഷി ചെയ്യുന്നവരാകുന്നുവെങ്കിൽ നിങ്ങളുടെ കൃഷി മേഖലയിൽ, ബിസിനസ്സുകാരാകുന്നുവെങ്കിൽ നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ, ജോലി ചെയ്യുന്നവരാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ മേഖലയിൽ, നിങ്ങളുടെ മനസ്സുമായുള്ള ബന്ധത്തിൽ മനസ്സിനകത്ത് സമാധാനം, സന്തോഷം, ഇങ്ങനെ സകലത്തിലും ദൈവത്തിൻ്റെ വിശാലതയെ നൽകി തരുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. വിശ്വസിച്ച് അത് സ്വീകരിക്കണം. ഇനി 2-ാമത്തെ വാക്യം ഇതേ അധ്യായത്തിൽ തന്നെ 2 കൊരിന്ത്യർ പഠിക്കുന്ന സന്ദർഭത്തിൽ, 9-ാമത്തെ അധ്യായം പഠിക്കുന്ന സന്ദർഭത്തിൽ അവിടെ കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യമാണ്. പൗലോസ് അഖായയിലുള്ളവരോട് ആവശ്യപ്പെടുകയുണ്ടായി. അഖായയിലുള്ളവരോട് പറഞ്ഞു, ദൈവരാജ്യ സംബന്ധമായിട്ട് നിങ്ങൾ ദ്രവ്യം ശേഖരിച്ചു വെച്ച് കൊടുക്കണമെന്ന് പറയുകയുണ്ടായി. അത് നടപ്പിലാക്കുവാൻ വേണ്ടി അവർക്ക് ഈ ലേഖനത്തിലൂടെ നിർദ്ദേശം കൊടുക്കുകയാണ്. മക്കതോന്യക്കാരുടെ അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. മക്കതോന്യക്കാർ വളരെ എരിവോടുകൂടെ കൊടുത്തവരായിരുന്നു, ഉത്സാഹത്തോടുകൂടെ കൊടുത്തവരായിരുന്നു. ഈ കാര്യങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ ദൈവജനത്തിലെ ഒരു പ്രധാനപ്പെട്ട തത്വം പൗലോസ് 6-ാം വാക്യത്തിൽ പറയുകയാണ്. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവീൻ. ഇത് 2-ാമത്തെ വചനമാണ്. ഇതും നിങ്ങൾ പ്രാർത്ഥനയിൽ ഏറ്റുപറയുവാൻ തയ്യാറാകുക. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവീൻ. കൊയ്ത്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വിതയ്ക്കേണ്ടത് ആവശ്യമാണ്. ധാന്യമണികൾ അല്ലെങ്കിൽ വിത്തുകൾ കൂട്ടിവെച്ചതുകൊണ്ട് കൊയ്ത്ത് ലഭിക്കുകയില്ല. കൊയ്ത്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ വിത്തുകൾ നിലത്ത് വിതയ്ക്കേണ്ടത് ആവശ്യമാണ്. അതേ നിലയിൽ തന്നെ ഒരഭിവൃദ്ധി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ
അതിനുള്ള ദൈവരാജ്യത്തിലെ ഒരു തത്വമാണ് വിതയ്ക്കുവാൻ തയ്യാറാകണം. അവിടെ ആ തത്വം വളരെ വിശദമായി പറയുന്നു. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായിട്ടേ കൊയ്യുകയുള്ളൂ. നിങ്ങൾക്ക് ഒരേക്കർ സ്ഥലമുണ്ടെന്നാൽ നിങ്ങൾ അവിടെ പോയിട്ട് ഒരു 50 വിത്ത് വിതയ്ക്കുന്നു, അല്ലെങ്കിൽ 100 വിത്ത് വിതയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിതച്ചതിനനുസരിച്ച് മാത്രമേ കൊയ്ത്ത് ലഭിക്കുകയുള്ളൂ. ധാരാളമായി വിതയ്ക്കുകയാണെങ്കിൽ ധാരാളമായിട്ട് കൊയ്യുവാൻ കഴിയും. 3-ാമത്തെ വാക്യം, എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഇവിടെ ഈ സമൃദ്ധിയുടെ പിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വളരെ വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതിനാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ, അത്യന്തം പരമായി ചെയ്യുവാൻ, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. ഞാൻ ഏതാണ്ട് 34 വർഷക്കാലമായിട്ട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു. ആരംഭ നാളുകൾ മുതൽ കണ്ടിട്ടുള്ള പലരെയും ഇന്നും ഞാൻ കാണാറുണ്ട്. അവരിൽ ചിലരുടെ ജീവിതം ശ്രദ്ധിക്കുന്നുണ്ട്, അവരിന്നും ശൂന്യതകളിലാണ് ജീവിക്കുന്നത്, ഇല്ലായ്മകളിലാണ് ജീവിക്കുന്നത്. അവരെപ്പോഴും മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ട് ഇന്നും ജീവിതം മുന്നോട്ട് തള്ളുവാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടാറുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് ദശാബ്ദങ്ങൾ കഴിഞ്ഞു. അതേസമയം തന്നെ മറ്റു ചിലരെ കണ്ടുമുട്ടാറുണ്ട്. വളരെ വ്യത്യസ്തമാകുന്ന ഉയർന്ന ഒരു തലത്തിൽ അവരായിരിക്കുന്നു. അവർക്ക് ധാരാളമായിട്ട് ദൈവരാജ്യത്തിൽ വിതയ്ക്കുവാൻ പ്രാപ്തി ലഭിക്കുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള പ്രാപ്തി ലഭിക്കുന്നു. ഇവിടെ എന്തായിരിക്കും ഈ രണ്ട് പ്രിയപ്പെട്ടവരിലും, ഈ രണ്ട് കൂട്ടരിലുമുള്ള വ്യത്യാസം? ഇങ്ങനെയുള്ള രണ്ട് കൂട്ടരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കാണും. ജനറേഷനലായിട്ടുള്ള മുൻ തലമുറകളിൽ നിന്ന് തന്നെ പകരപ്പെടുന്ന കാര്യങ്ങൾ അവരിലുണ്ടാകും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളെ ആ മേഖലയിൽ, നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ നിങ്ങളെ സ്വതന്ത്രരാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നാളെ നിങ്ങൾ ടാറ്റായെ പോലെയോ ബിർളയെ പോലെയോ ആകുമെന്നൊന്നുമല്ല പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. എന്നാൽ ശൂന്യതകളിലും ഇല്ലായ്മകളിലും മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ട് ഈ കാര്യം നടക്കുവാൻ വേണ്ടി ഒന്ന് സഹായിക്കുമോ, ഇങ്ങനെ സഹായം തേടുന്ന ആ നിലവാരത്തിൽ നിന്ന് വിതയ്ക്കുവാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് ദൈവം ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നില്ലേ? ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പരിധി വിട്ടൊരു കാര്യമല്ല പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക, പരിധി വിട്ടൊരു കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ നിലയിൽ ഒരു സഫിഷ്യൻസി നൽകി തരുവാൻ, ആ മേഖലയിൽ ഒരു ഒഴുക്ക് നൽകി തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് 1-ാം സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. വാട്ട് എവർ ഹി ഡസ് ഷാൽ പ്രോസ്പർ. അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അഭിവൃദ്ധി പ്രാപിക്കും. അവിടെ എത്തിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ഒരു ഉയർച്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫലം കായ്ക്കും, വളരെ ഫലം കായ്ക്കും, വളരെ അധികം ഫലം കായ്ക്കും. 30 മേനി, 60 മേനി, 100 മേനി. ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ഉയർച്ച നമുക്ക് കാണുവാൻ കഴിയുന്നില്ലേ? വളർച്ച കാണുവാൻ കഴിയുന്നില്ലേ? നീണ്ട വർഷങ്ങൾ കഴിയുമ്പോൾ ഈ നിലയിലുള്ള ഒരു വളർച്ച നൽകി തരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അടുത്തത് 4-ാമത്തെ വചനം, ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. യഹോവ യോസഫിനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുക കൊണ്ട്, അവൻ ചെയ്തതൊക്കെയും പ്രോസ്പറാക്കുക കൊണ്ട് അവൻ്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. ശ്രദ്ധിക്കുക, ഇപ്പോൾ
ജോസഫ് കാരാഗ്രഹത്തിലാണായിരിക്കുന്നത്. കാരാഗ്രഹത്തിൽ ഒരാൾ പ്രോസ്പർ ആകുന്നു, അഭിവൃദ്ധി പ്രാപിക്കുന്നു. സാധ്യമാകുമോ? ചുറ്റുമുള്ള സാഹചര്യങ്ങളൊന്നും ബാധകമല്ല എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഇവിടെ ഒരു താക്കോൽ കൂടിയുണ്ട്, ഒരു പ്രധാനപ്പെട്ട താക്കോൽ കൂടിയുണ്ട്. യഹോവ അവനോട് കൂടെ ഇരുന്നു. യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, സമൃദ്ധി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, വർധനവ് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട താക്കോലാകുന്നു ദൈവ സാന്നിധ്യം വഹിക്കുന്നവരായി നിങ്ങൾ തീരുക. നിങ്ങളോടൊപ്പം കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങളോടുകൂടി ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളോടുകൂടി ഉണ്ടെങ്കിൽ, നിങ്ങൾ സകലത്തിലും പ്രോസ്പർ ആകുവാൻ പോകുന്നു. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സഫലമാകുവാൻ പോകുന്നു. ആവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 13 നിങ്ങൾക്കുള്ള അഭിവൃദ്ധി നൽകുന്ന വചനങ്ങളിൽ 5-ാമത്തെ വചനം. ആവർത്തനം 7:13. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും. നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വന്ധിയും നിങ്ങളിലാകട്ടെ നിന്റെ നാൽക്കാലികളിലാകട്ടെ ഉണ്ടാകയില്ല. യഹോവ സകല രോഗവും നിങ്ങൾ നിന്ന് അകറ്റിക്കളയും. അത്ഭുതകരമാകുന്ന ഈ വചനം സ്വീകരിച്ച് ഏറ്റുപറയുക. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സംഭവിക്കട്ടെ. എല്ലാ മേഖലയിലും ഗർഭഫലവും കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും എല്ലാ മേഖലകളിലും കർത്താവ് സമൃദ്ധി നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. അഭിവൃദ്ധി നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. വർധനവ് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. ബ്ലെസ്സിങ് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ ഭാഷയിൽ നിങ്ങൾ തന്നെ അതിനെ പരിഭാഷപ്പെടുത്തി സ്വീകരിക്കുക. ആവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം ഏറ്റുപറയുവാൻ വേണ്ടിയുള്ള 6-ാമത്തെ വാക്യം. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രായോഗികമായി ഇതിനെ നടപ്പിലാക്കുകയാണെങ്കിൽ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സംഭവിക്കും. അതുതന്നെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ്. ആവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്നവനെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതള നാരകവും ഉള്ള ദേശം, ഒലിവൃക്ഷവും തേനും ഉള്ള ദേശം, സുഭിക്ഷമായ ഉപജീവനം കഴിയാകുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിബന്ധന അവിടെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. ഈ വചനം അനുസരിക്കുന്നതിലൂടെയാണ്, ഈ വചനം പ്രമാണിക്കുന്നതിലൂടെയാണ്, അവിടുത്തെ വഴികളിൽ കർത്താവിൻ്റെ വഴികളിൽ നടക്കുന്നതിലൂടെയാണ് ഇത് പ്രാപിക്കുവാൻ കഴിയുന്നത്. യോശുവയോടും ഇത് തന്നെ കർത്താവ് പറയുന്നു. 7-ാമത്തെ വചനം, നിങ്ങൾക്ക് വേണ്ട 7-ാമത്തെ വചനം ആവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. സമ്പത്തുണ്ടാക്കുവാൻ ദൈവം ശക്തി നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തുണ്ടാക്കുവാൻ കർത്താവ് ശക്തി നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വചനം യോശുവയുടെ പുസ്തകത്തിലേക്ക് പോകാം. യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 7-8 വാക്യങ്ങൾ. ഇപ്പോൾ
ഇത് 8-ാമത്തെ വചനം. 8 വചനങ്ങളാകുന്നു 8-ാമത്തെ വചനം. ഈ വചനങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ഏറ്റുപറയുക, ആവർത്തിച്ച് ഏറ്റുപറയുക, ദിനംതോറും ഏറ്റുപറയുക, ഈ വചനമനുസരിച്ച് ജീവിക്കുക. ഇപ്പോൾ ശൂന്യതയും ഇല്ലായ്മയും ദാരിദ്ര്യവുമാണ് അനുഭവിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഒരു വലിയ മാറ്റം ഉണ്ടാകുവാൻ പോകുന്നു. പടിപടിയായി കർത്താവ് വർധനവിലേക്കും വിശാലതയിലേക്കും അഭിവൃദ്ധിയിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവത്തിൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, ഹൃദയത്തിൽ അതിനെ ധ്യാനിക്കണം. ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ, ഈ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകരുത്. അങ്ങനെയെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സക്സീഡഡ് ആയിത്തീരും. നീ കൃതാർത്ഥനായും ഇരിക്കും. ഇംഗ്ലീഷിൽ നീ പ്രോസ്പർ ആകുവാൻ പോകുന്നു. നീ ചെയ്യുന്ന പ്രവൃത്തി സാധിക്കും. നീ സക്സീഡഡ് ആകുവാൻ പോകുന്നു. മാത്രമല്ല നീ പ്രോസ്പർ ആകുവാൻ പോകുന്നു. നീ ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിലും, യോശുവ ദേശം പിടിച്ചെടുക്കുവാൻ വേണ്ടി അയക്കപ്പെട്ടവനാകുന്നു. ദേശം പിടിച്ചെടുത്തു, അതിൽ വിജയിയായി തീർന്നു, അതിൽ പ്രോസ്പറായി തീർന്നു. നിങ്ങൾ ഏത് മേഖലയിലായിരിക്കുന്നു ആ മേഖലയിൽ നിങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാൻ, നിങ്ങളുടെ ശുശ്രൂഷകനാകുന്നുവെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ പ്രോസ്പറാകുവാൻ പോകുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം പ്രോസ്പറാകുവാൻ പോകുന്നു. 9-ാമത്തെ വചനം 2 ദിനവൃത്താന്തം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ശലോമോനോട് കർത്താവ് പറയുകയാണ്. 11 മുതൽ വായിക്കാം. അതിന് ദൈവം ശലോമോനോട്, ഇത് നിന്റെ താല്പര്യമായിരിക്കാലും ധനം, സമ്പത്ത്, മാനം, ശത്രു നിഗ്രഹം എന്നിവയോ ദീർഘായുസോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച എൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടതിന് ജ്ഞാനവും വിവേകവും ചോദിച്ചിരിക്കാലും ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു. അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരും എന്ന് അരുളി ചെയ്തു. സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യവും അഭിവൃദ്ധിയും സമൃദ്ധിയും ഒക്കെ ലഭ്യമാകുവാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ആവശ്യമാണ്: ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ വിവേകം. അത് കർത്താവിൽ നിന്ന് ചോദിക്കണം. പരിശുദ്ധാത്മാവും പ്രോസ്പെറിറ്റിയും അഭിവൃദ്ധിയും തമ്മിൽ ബന്ധമുണ്ട്. ദൈവസാന്നിധ്യവും അഭിവൃദ്ധിയും തമ്മിൽ ബന്ധമുണ്ട്. അതേപോലെ തന്നെ ജ്ഞാനവും, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനവും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വിവേകവും അഭിവൃദ്ധിയും തമ്മിൽ ബന്ധമുണ്ട്. വിശാലമാകണമെന്ന് ആഗ്രഹിക്കുന്നുവോ? അഭിവൃദ്ധിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവോ? സമൃദ്ധിയിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ? ഔദാര്യമുള്ളവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ? മഹാമനസ്കതയുള്ളവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ? കേവലം അതിജീവനം, സർവൈവലിൽ നിന്ന് ഒരു ഉയർന്ന തലത്തിലേക്ക് കയറിപ്പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അതിനുള്ള താക്കോലുകളാണ് ഇവിടെയും ശലോമോനും കർത്താവ് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിക്കുക, ദൈവത്തിൽ നിന്നുള്ള വിവേകം സ്വീകരിക്കുക. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങയുടെ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. പഠിച്ചാൽ കിട്ടുന്നതല്ലത്, ദാനമായി ലഭിക്കുന്നതാണ്. ഏറ്റവും അവസാനം 10-ാമത്തെ വചനം, അഭിവൃദ്ധി നൽകുന്ന 10-ാമത്തെ വചനം, സദൃശ്യവാക്യങ്ങൾ 10-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. മലയാളത്തിൽ അടുത്ത ഭാഗം കൃത്യമായിട്ട് പരിഭാഷപ്പെടുത്തിയിട്ടില്ല. അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ് മേക്സ് വൺ റിച്ച് ആൻഡ് ഹി ആഡ്സ് നോ സോറോ വിത്ത് ഇറ്റ്. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്താലാകുന്നു സമ്പത്തുണ്ടാകുന്നത്. ആ സമ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദുഃഖമില്ലാത്ത സമ്പത്താണ്. ഖേദിക്കേണ്ടതായിട്ട് വരുന്ന സമ്പത്തല്ല, ദുഃഖമില്ലാത്ത സമ്പത്താണ്.
ചിലർക്ക് സമ്പത്ത് ലഭിക്കും. സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അഭിവൃദ്ധി ലഭിക്കും. അഭിവൃദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ ചില ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ ഇരട്ടി ആശുപത്രിയിൽ ചിലവായി പോകും. ചിലർക്ക് സമ്പത്ത് ലഭിക്കും, അതോടുകൂടെ ഒരു 10 കേസായി കോടതി കയറി ഇറങ്ങുകയാണ്, പിന്നെ ഹൈക്കോടതിയായി സുപ്രീം കോടതിയായി. ഇവർക്ക് ഈ സമ്പത്ത് കിട്ടിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവരുടെ ദുഃഖവും മാറുന്നില്ല, അവരുടെ അസമാധാനവും മാറുന്നില്ല, അവരനുഭവിക്കുന്ന ഈ വ്യാകുലതയും വെപ്രാളവും ഒന്നും മാറുന്നില്ല. ഇതെല്ലാം അവരിൽ വർദ്ധിക്കുകയാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അഭിവൃദ്ധി വരുമ്പോൾ, സമ്പത്ത് വരുമ്പോൾ, സമൃദ്ധി വരുമ്പോൾ, ഉയർച്ച വരുമ്പോൾ, വർധനവ് വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അത് ദുഃഖമില്ലാത്തതാണ്. ദുഃഖമില്ലാത്തതാണ്. ആവശ്യമില്ലാത്ത ഈ പറഞ്ഞിരിക്കുന്ന ചരക്കുകളൊന്നും അതിൻ്റെ കൂടെ കാണത്തില്ല. അതിൻ്റെ കൂടെ കൂട്ടി ഈ പറഞ്ഞിരിക്കുന്ന നിഷേധാർത്ഥകമാകുന്ന കാര്യങ്ങളൊന്നും അതിൻ്റെ കൂടെ കാണത്തില്ല. ആ നിലയിലുള്ള ഒരഭിവൃദ്ധിയിലേക്ക് കർത്താവ് നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ 10 വചനങ്ങൾ പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിൽ ഏറ്റുപറയുക. 2 കൊരിന്ത്യർ 9:8, 2 കൊരിന്ത്യർ 9:6, എഫേസ്യ ലേഖനം 3:20, ഉൽപ്പത്തി പുസ്തകം 39:23, ആവർത്തന പുസ്തകം 7:13, ആവർത്തന പുസ്തകം 8:6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, ആവർത്തന പുസ്തകം 8:18, യോശുവ 1:7-8 വാക്യങ്ങൾ, 2 ദിനവൃത്താന്തം 1:11-12 വാക്യങ്ങൾ, സദൃശവാക്യങ്ങൾ 10:22. ഈ വാക്യങ്ങൾ പ്രാർത്ഥനയിൽ ഏറ്റുപറയുക. മഹാത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് തന്നെ അങ്ങയുടെ ഒരു സ്പർശനത്തെ അയക്കണം കർത്താവേ. അവരുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ, എല്ലാ മേഖലകളിലും അഭിവൃദ്ധിയും സമൃദ്ധിയും വർധനവും ഉയർച്ചയും ഉണ്ടാകുവാൻ വേണ്ടി അങ്ങയുടെ ബ്ലെസ്സിങ്സിനെ, അവിടെ അങ്ങയുടെ ആശീർവാദത്തെ അവരുടെ മേൽ ഇപ്പോൾ പുറപ്പെടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ശാരീരിക രോഗം അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുത സൗഖ്യങ്ങളെ അയക്കുന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. കണ്ണുകളുടെ കേടുകൾ സൗഖ്യമാകുന്നു, കണ്ണുകൾ സൗഖ്യമാകുന്നു, കണ്ണുകൾ സൗഖ്യമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെസ്റ്റ് കൺജഷൻ യേശുവിൻ നാമത്തിൽ, നെഞ്ചിൻ്റെ ഭാഗത്തുള്ള സമ്മർദ്ദം ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്നു, സൗഖ്യമാകുന്നു, സൗഖ്യമാകുന്നു. ഉദര സംബന്ധമാകുന്ന രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ജോഷുവയുടെ മേൽ കർത്താവിൻ്റെ കരം വരുന്നു. ജോഷുവ ഈ സന്ദർഭത്തിൽ തന്നെ ഒരു അഭിഷേകത്തിൻ്റെ പകർച്ച സ്വീകരിക്കുക. ദൈവരാജ്യത്തിൽ ജോഷുവയെ കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. അടുത്ത 30 ദിവസത്തിൽ കർത്താവ് ഒരു വലിയ അഭിവൃദ്ധിയിലേക്ക് ഈ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങ് നയിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, ബ്ലസ് ചെയ്യുന്നു, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. ഈ പ്രക്ഷേപണം കാണുവാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഈ സന്ദേശം നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. മാത്രവുമല്ല, ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിസരം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.